ഒരു അഭ്യൂഹങ്ങൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തത്. പ്രത്യേകിച്ചും ഇവരെ പോലെയുള്ള സെലിബ്രിറ്റികൾസ് ശരിക്കും പറഞ്ഞാൽ മമ്മൂക്ക, ലാലേട്ടൻ, ഈ രണ്ട് നടന്മാരാണ് മെയിൻലി നമ്മുടെ ആരാധകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഏറ്റവും കൂടുതൽ വെച്ചാൽ പഴയ കാലം മുതലേ നിറഞ്ഞു നിൽക്കുന്ന നടന്മാരിലെ രണ്ട് വ്യക്തികളാണ് ഈ ഒരു മമ്മൂക്കായും ലാലേട്ടനും. അപ്പം അവരോടുള്ള സ്നേഹവും അതുപോലെ തന്നെ ബഹുമാനവും അല്ലെങ്കിൽ ഒരു ആരാധന, പല രീതിയിൽ അവരുടെ സ്നേഹ പ്രകടനങ്ങളാണ് നമ്മൾ കാണാറുള്ളത്. പ്രത്യേകിച്ചും അവരെ എവിടെ കണ്ടാലും അല്ലെങ്കിൽ അവരുടെ ഒരു ബർത്ത്ഡേ ഒരു ഒക്കേഷൻ വന്നാൽ പോലും ആരാധകരുടെ തിരക്കാണ് അവരുടെ വീടുകളുടെ മുന്നിൽ കേക്കുമായിട്ടുള്ള കേക്ക് കട്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ മമ്മൂക്കാക്ക് ക്യാൻസർ വരെ വന്നു എന്നുള്ള രീതിയിൽ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ആ ഒരു ചാനലില് ആദ്യമായിട്ട് ആ ഒരു ചാനലിലാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത വന്നത്. പുള്ളിക്കാരൻ പറഞ്ഞത് മമ്മൂക്കായുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത അറിഞ്ഞതെന്നും അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു വാർത്ത, ശരിക്കും അദ്ദേഹത്തിന് ഒരു അസുഖമുണ്ട് എന്ന് പറയുന്നത് പോലെ അല്ലായിരുന്നു അദ്ദേഹത്തിന് ക്യാൻസർ രോഗമാണ് എന്ന് പറയുന്നത് അല്ലേ. ശരിക്കും മലയാളികൾ ഒന്നടങ്കം ഞെട്ടിയ ഒരു നിമിഷം തന്നെയായിരുന്നു. ഒരിക്കലും ഉൾക്കൊള്ളാനാകുന്നില്ല. കാരണം ഇത്രയും ഡയറ്റും കാര്യങ്ങൾ ചെയ്യുന്ന നമ്മുടെ മമ്മൂക്കാക്ക് ഇത്തരത്തിലൊരു അസുഖം വന്നു എന്ന് പറയുമ്പോൾ ആരാധകർക്ക് വലിയ ആശങ്ക തന്നെയായിരുന്നു. എന്നാൽ ഈ ഒരു വാർത്ത വ്യാജമാണെന്ന് തള്ളിക്കൊണ്ട് ഈ ഒരു മമ്മൂക്കയുടെ PR ടീം അടുത്ത ദിവസം തന്നെ വരികയും ഇതിനോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ആരാധകർക്ക് ഒരു ആശ്വാസമായത്. നമ്മൾ പേടിക്കുന്നത് പോലെയുള്ള ഒരു അസുഖമല്ല എന്ന്. പ്രത്യേകിച്ച് അഖിൽ മാരാറും ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻ തന്നിട്ടുണ്ടായിരുന്നു. കാരണം അഖിൽ മാരാറും മമ്മൂക്കയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു അസുഖം അറിഞ്ഞതിന് ശേഷം. അപ്പം സ്വാഭാവികമായിട്ട് അദ്ദേഹം ആ മെസ്സേജിന് റിപ്ലൈ തരികയും സുഖമായിരിക്കുന്നു എന്നുള്ള മറുപടിയാണ് നമ്മുടെ ഈ ഒരു താരം ഈ അഖിൽ മാരാറിന് മെസ്സേജ് റിപ്ലൈ ആയിട്ട് കൊടുത്തത്. ശരിക്കും ഇത്തരത്തിലുള്ള ഒരു വാർത്ത വരുമ്പോൾ അത് എന്തുമാത്രം കോൺസിക്വൻസ് ആണ് ഇതിന് പിന്നിൽ വരുന്നില്ലേ. അദ്ദേഹം ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ്, മകളുടെ ഭർത്താവാണ് ഇത്തരത്തിലുള്ള എല്ലാ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്, പിന്നെ അമേരിക്കയിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് സ്വാഭാവികമായിട്ടും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിനുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ റംസാൻ മാസം ആയതുകൊണ്ട് തന്നെ ഇടവേള എടുത്ത്, അതായത് ദുൽഖർ അടക്കം ഈ ഒരു സിനിമാ ഷൂട്ടിൽ നിന്ന് ഇടവേള എടുത്ത് അവർ കുറച്ചു ദിവസം റംസാനുമായി കാര്യങ്ങളിലൊക്കെ നിൽക്കുവാണ്. അപ്പം ഈ ഒരു റംസാൻ കാലം കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹം പുത്തന്റെ മഹേഷ് നാരായണൻ പറയുന്ന ആ ഒരു സിനിമയ്ക്കായിട്ട് ഒരുങ്ങുകയായിരുന്നു. മോഹൻലാലും മമ്മൂക്കായും ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. 10-16 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ ഒരുമിച്ച് അഭിനയിക്കുന്നത്. ഇതിനു മുന്നേ 2020 എന്നുള്ള സിനിമയിലായിരുന്നു മമ്മൂക്കയും അതുപോലെ ലാലേട്ടനും ഒരുമിച്ച് അഭിനയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ വലിയ രീതിയിലുള്ള പ്രതീക്ഷ തന്നെയാണ് ആരാധകർക്ക് നൽകുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്തയും ഈ ഒരു പോസ്റ്റും നമ്മളെല്ലാം കേൾക്കാനിടയായത്. എന്തായാലും നമ്മുടെ മമ്മൂക്ക സുഖമായിരിക്കുന്നുള്ള വാർത്ത അറിഞ്ഞതുകൊണ്ട് തന്നെ ആരാധകർ ഭയങ്കര സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പനമ്പള്ളിയിലെ വീട്, മമ്മൂക്ക താമസിച്ചിരുന്ന വീട്, കൊച്ചിയിലെ വീട് ആരാധകർക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തു എന്നുള്ള ഒരു ന്യൂസ് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടായിരുന്നു. അദ്ദേഹവും കുടുംബവും താമസിച്ചിരുന്ന ആ ഒരു വീട്ടിലെ ആരാധകർക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുകയാണ്. അപ്പൊ എന്തായാലും ശരിക്കും ഇതൊക്കെ കൊണ്ട് ത്രില്ലിലായിരിക്കണം നമ്മുടെ ആരാധകർ. നമുക്ക് താമസിച്ച ആ വീട്ടിലെ താമസിക്കുക എന്ന് പറയുന്നത് ശരിക്കും ആരാധകർക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അവിടെ താമസിക്കണമെങ്കിൽ, ഒരു രാത്രി തങ്ങണമെങ്കിൽ 75,000 രൂപ ഉണ്ടോ, എന്നാൽ നമുക്ക് അവിടെ തങ്ങാമെന്നും കൂടി ഇതിന്റെ ഒരു ടീം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ മമ്മൂക്ക സുഖമായിരിക്കുന്നു. അദ്ദേഹം ഈ ഒരു റംസാൻ കാലം കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത സിനിമയ്ക്കായിട്ട് ആ ഒരു ഷൂട്ടിംഗ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഇറങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇനി റിലീസിന് ഇറങ്ങാൻ പോകുന്ന സിനിമയാണ് ബസൂക്ക എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ബസൂക്ക സിനിമയ്ക്കും ആരാധകർ കട്ട വെയിറ്റിംഗ് തന്നെയാണ് അല്ലെ. ഇപ്പം ഭ്രമയുഗം എന്നുള്ള സിനിമ ഇറങ്ങിയതേ ഉള്ളൂ, ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയത്. അതിനുശേഷമാണ് ഇപ്പം ബസൂക്കയുടെ റിലീസിന് വേണ്ടിയിട്ട് ആരാധകർ കാത്തിരിക്കുന്നത്.